അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ ഇന്ന് ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കുട്ടികൾ, സ്ത്രീകൾ, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇന്ന് ധാരാളമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ചൂഷണത്തിനും മറ്റ് തൊഴിൽപരമായിട്ടുള്ള ചൂഷണത്തിനൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ബാലവേല എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്നും പല ഫാക്ടറികളിലും ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളെ കൊണ്ട് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയുമുള്ള ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബാലവേല ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ചൂഷണങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അടിമത്തത്തിന് സമാനമായിട്ട് വരുന്ന സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിനും ജനങ്ങളെ പ്രാപ്തമാക്കുവാൻ വേണ്ടിയുള്ള ഒരു അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ബാലവേല നിരോധിക്കുക, അതുപോലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള അപകടകരമായിട്ടുള്ള അവസരങ്ങളിൽ അല്ലെങ്കിൽ അവസ്ഥകളിൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിൽ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് നമുക്കിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിക്കുക. അത് ചൂഷണത്തിനെതിരെയുള്ള അവകാശവുമായി ബന്ധപ്പെട്ട് വന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിർബന്ധിത തൊഴിൽ, ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കുക എന്നുള്ളത് നിരോധിക്കുക. രണ്ടാമത്തത് മനുഷ്യ കച്ചവടം നിരോധിക്കുക എന്നുള്ളത്. അടുത്ത, വ്യവസായശാലകളിലും മറ്റും അപകടകരമായിട്ടുള്ള മേഖലകളിലും കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിക്കുക. അപ്പോൾ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് വ്യവസായശാലകളിലും അതുപോലെ മറ്റു ഫാക്ടറികളിലൊക്കെ ഇന്ന് ധാരാളമായിട്ട് ബാലവേല നടക്കുന്നുണ്ട്. ഈ ബാലവേലക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ വന്നതൊക്കെ ഈ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വ്യവസായശാലകളിലും മറ്റ് അപകടകരമായിട്ടുള്ള മേഖലകളിലും കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുക എന്നുള്ളത് ഈ ഒരു അവകാശത്തിലൂടെ നിരോധിച്ചിരിക്കുന്നു. ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മൗലികാവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, നിരവധി ഭാഷകളുള്ള, നിരവധി മതങ്ങളുള്ള, നിരവധി ജാതികളുള്ള, നിരവധി വർഗങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജവഹർലാൽ നെഹ്റു മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്, ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഒരേ സമയം ഒരു മതത്തിനും പ്രാധാന്യം നൽകാതിരിക്കുകയും എന്നാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യവും നൽകുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഒരു മതത്തെയും ഇന്ത്യയുടെ ഔദ്യോഗിക മതമായിട്ട്, ഒഫീഷ്യൽ റിലീജണായിട്ട് അംഗീകരിക്കുന്നില്ല, ഔദ്യോഗിക മതമായിട്ട് അംഗീകരിക്കുന്നില്ല. ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദു രാഷ്ട്രമല്ല, ഇന്ത്യ ഒരിക്കലും ഒരു മുസ്ലിം രാഷ്ട്രമല്ല, ഇന്ത്യ ഒരിക്കലും ഒരു ക്രൈസ്തവ രാഷ്ട്രമല്ല. പകരം ഇന്ത്യയിൽ ഈ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് താമസിക്കാനും അവരുടെ മതം പ്രബോധനം ചെയ്യാനും ആചരിക്കാനും അവരുടെ മത ആരാധന കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഇതാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഒഫീഷ്യൽ റിലീജൺ ഇല്ല, അത് ഔദ്യോഗികമായിട്ടൊരു മതമല്ല. ഇന്ത്യ ഏത് മതക്കാരുടെ എന്ന് ചോദിച്ചാൽ എല്ലാ മതക്കാരുടേതുമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം എല്ലാ മതങ്ങൾക്കും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്.
മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. അപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നതിനും അത് ആചരിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നു. മതവിഭാഗങ്ങൾക്ക് മതജീവ കാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ വിവിധ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്ഥാപനങ്ങൾ നിർമ്മിക്കാം, മതപരമായിട്ടുള്ള അറിവുകൾ നൽകാനുള്ള സ്ഥാപനങ്ങൾ നിർമ്മിക്കാം. ഇതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം, അഥവാ അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല. ഇന്ത്യയുടെ നികുതി എന്ന് പറയുന്നത് ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കാനോ ഏതെങ്കിലും മതത്തെ വളർത്താനോ ഉള്ളതല്ല. പകരം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കുന്നതോടുകൂടെ ഇന്ത്യയുടെ നികുതി അഥവാ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി അതിനു വേണ്ടി ചെലവാക്കാൻ പാടില്ല. അതിനെതിരായിട്ടുള്ള അവകാശം. അതേസമയം ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം നേടുന്നതോ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലും മതപരമായിട്ടുള്ള ചടങ്ങുകളോ മതപരമായിട്ടുള്ള ആശയങ്ങളോ ഒന്നും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മതബോധനം നടത്താനോ ഉള്ള അവകാശം ഇല്ല. മാത്രമല്ല അതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടവയല്ല ആ സ്ഥാപനങ്ങൾ. മാത്രമല്ല മതാചാരങ്ങൾ നിർബന്ധമായിട്ട് പഠിപ്പിക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് ഈ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ നമുക്ക് വ്യക്തമാക്കാനുള്ളത്.